കാലിഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഭട്ടതിരി സാറിനെ വളരെ വിനയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ഈ എക്സ്പ്രഷൻ മാവറിക് ആർട്ട് ഗാലറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് പോകുന്നത്. 3 മാസമായി ജനുവരി മുതൽ നമ്മുടെ എക്സ്പ്രഷൻ മാവറിക് ആർട്ട് ഗാലറിയുമായിട്ട് സുധർമ്മ ചേച്ചിയും ഞങ്ങളും തമ്മിലാണ് ഈ ഒരു ടൈപ്പ്. കാരണം നമുക്ക് ടൈപ്പ് എന്നൊക്കെ പറയുന്നത് വലിയ ബിസിനസ് ആയിട്ടൊന്നും നിങ്ങൾ കാണരുത്. കാരണം 5 പൈസ കൊടുക്കണില്ല, കൊടുക്കൂല. ഈ ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക്. എന്നാലും സ്വന്തം വീട് പോലെ നമുക്ക് വരാനും താക്കോൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കയറി പോലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട് പോലെ നമുക്ക് എല്ലാ സഹായവും ചെയ്യുന്നത് സുധർമ്മ ചേച്ചിയാണ്. നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു കോമൺ ഇൻട്രസ്റ്റ് ആണ്, ഒരു കോമൺ തോട്ട് പ്രോസസ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്ത് അന്ന് മുതൽ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ബിക്കോസ് ഇങ്ങനെയുള്ള ഒരു വേദി, സാംസ്കാരിക വേദി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എത്തിപ്പെടുന്ന ആളുകൾക്ക് ആ വേദി ധന്യമാക്കാനായിട്ട് ഒരു ബിൽഡിംഗ് ആണെങ്കിൽ കൂടി അതിനെ ഒരു മറ്റൊരു തലത്തിലേക്ക് അതിനെ എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനെ സൂചിപ്പിച്ചു എം.വി. ദേവന്റെ ഓർമ്മ ദിനം 29 അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വീണ്ടും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ. കാരണം ഭട്ടതിരിയെ ആദരിക്കുന്ന ചടങ്ങാകുമ്പോഴത്തേക്ക് ഭട്ടതിരിയെ കുറിച്ചാണ് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത്. പ്രധാനമായി നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ്, കാരണം നേരത്തെ 1-2 തവണ ഞാൻ പല പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ ആഴത്തിൽ ചിന്തിക്കുകയും അതുപോലെ നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും മനസ്സുമൊക്കെ സ്വരൂപിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എക്സ്പ്രഷൻ. അതിൽ സുനിലായാലും രജനിയായാലും ഒക്കെ അതിൻ്റെ നേതൃത്വം വഹിക്കുകയും എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള ഒരു സ്വഭാവ രീതി അവർ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സംഘടനകൾക്ക് അല്ലെങ്കിൽ കലാകാരന്മാരുടെ സംഘടനകളായാലും അല്ലാതെ ആയാലും ഒക്കെ ഇല്ലാതെ പോകുന്ന ഒരു പ്രധാന കാര്യവും അത് തന്നെയാണ്. അത്തരം ഒരു കൊടുക്കൽ വാങ്ങൽ ഇല്ല. പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നമ്മുടെ കേരളത്തിൽ വളരെ സജീവമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അതിനകത്ത് ഞാനും അതിനകത്ത് എൻ്റെ ബാല്യകാലത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് ചിത്രകലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചത്, കവർ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ അതിനകത്ത് ഒരു ആളിനൊരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ആളിന്റെ കുടുംബ ജീവിതത്തിലുള്ള എന്ത് പ്രശ്നം ഉണ്ടായാലും പരിഷത്തെ ചർച്ച കിടന്നാണ് അതിനകത്ത് ഇടപെടുന്നത്. ഞാൻ ഒരു ഭാഷ ഉപയോഗിച്ചു അത്ര ഇൻവോൾവ്മെന്റ് ആ കാര്യങ്ങളിലൊക്കെ അവർ പ്രകടിപ്പിച്ചു. ഇന്ന് അത്ര ഒരു ഇഴയെടുപ്പും നമ്മുടെ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്ന് പരിഷത്തുകാരോട് ഞാനിത് പറയാറുണ്ട്. ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതാണ് പ്രധാനമായിട്ട് നമ്മുടെ എക്സ്പ്രഷൻസിന്റെ ആ ഒരു കൂട്ടായ്മ. ഇപ്പൊ നേരത്തെ പറഞ്ഞു, കാരണം എല്ലാ മാസവും ഇത്തരം ഒരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ അത് ആള് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും നടത്താനുള്ള ഒരു മനസ്സിലാണെന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ ചിത്ര കലയും അല്ലെങ്കിൽ ഈ കാലിഗ്രാഫിയുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്, അതിനു മുമ്പ് ഭട്ടതിരിയുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു വേണം തുടങ്ങാൻ, അല്ലേ? അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോഴേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സ്വാഗതം പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീമതി സെലീന പറഞ്ഞതുപോലെ ഞാൻ കോളേജ് ഓഫ് ഫൈനാൻസിൽ നിന്ന് ഇറങ്ങിയ സമയം ഉടൻ കലാകൃതിയിലാണ് ഞാൻ 3-4 വർഷം ജോലി ചെയ്തത്. അങ്ങനെ അവിടെ ജോലി ചെയ്യുമ്പോൾ ഞാനും
ഭട്ടതിരി ചെയ്ത ജോലികളാണ് അവിടെ ചെയ്തിരുന്നത്. കാലിഗ്രാഫി അക്ഷരങ്ങൾ എഴുതുകയും അതുപോലെ കവിതയ്ക്ക് പണം നൽകുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ അവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആയുർവേദ കോളേജിൽ സർക്കാർ സർവീസിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നതിനൊരു മാസങ്ങൾക്ക് മുമ്പാണ് ഒരാൾ അവിടെ വരുന്നത്. മുടിയൊക്കെ ഇതേപോലെയാണ്. അന്ന് കറുപ്പായിരുന്നു എന്നുള്ളത്. ഭട്ടതിരിയെ ആദ്യം അവിടെ കാണുകയും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഒരു വീടിന്റെ അപ്പുറം ഇരുന്ന് കുറെ നാളല്ലേ കുറെ ദിവസങ്ങൾ ജോലി ചെയ്യും. ഞാൻ ജോലി കിട്ടിയതിന് ശേഷവും എല്ലാ ശനിയും ഞായറും അവിടെ വന്ന് ജോലി ചെയ്യും. അല്ലെങ്കിൽ കോളേജിൽ ഞാൻ ഉച്ച കഴിഞ്ഞൊക്കെ മുങ്ങിയൊക്കെ വന്ന് ഇവിടെ കലാകോളേജിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് ഭട്ടതിരി ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ജോലി ചെയ്യുന്നത്. ഭട്ടതിരി ഞാൻ അങ്ങനെ ആരിഫുദ്ദീൻ പിന്നെ മാധവൻ നായർ ദീർഘകാലം കലാകോളേജിൽ വരത്തുന്ന ആളാണ് മാധവൻ നായർ. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു, അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം കുറച്ച് നാളായി നമ്മൾ പോയി. അപ്പൊ അദ്ദേഹത്തിന് ജോലി കൂടുതൽ ആയ സമയത്താണ് എന്നെ അവിടെ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പോകുന്ന സമയത്താണ് ഭട്ടതിരി. ഞാൻ പറയാൻ കാര്യം, അന്ന് ഭട്ടതിരി ആദ്യമായി കാണുന്നു. ഇപ്പോൾ വർഷങ്ങൾ 40 വർഷങ്ങളാവുക. അന്ന് ഭട്ടതിരിയെ കാണുന്ന അതിൽ നിന്ന് ഇന്ന് വരെയുള്ള ദൂരം അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ വളരെ ദൈർഘ്യമുള്ളതാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്രയും ദൂരമില്ല. ഞങ്ങൾ അത്ര ആത്മബന്ധം, നേരത്തെ ഇവിടെ ഞാൻ എക്സ്പ്രഷന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ വളരെ നല്ല റിലേഷനാണ് അന്നും ഇന്നും എപ്പോഴും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പം നമ്മുടെ അദ്ദേഹത്തിന്റെ സീനിയറായി അവിടെ പഠിച്ച ആളാണ്. ഞങ്ങൾ എപ്പോഴും ആ ഒരു ബന്ധമുണ്ട്. വളരെ സ്ഥലത്ത് പകരുത്തും അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേരെ നമ്മളെല്ലാവരും ആ ഒരു നിലയിൽ പ്രവർത്തിച്ചു വന്നവരാണ്. അപ്പോൾ ഭട്ടതിരി പിന്നെ വരുന്ന ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ശരിക്കും ജോമെട്രിക്കൽ പാറ്റേൺസ് വെച്ചുള്ള അക്ഷരങ്ങളാണ് ഞാൻ കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഭട്ടതിരി വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ഹാൻഡ് ആയിട്ട് ഞാൻ ആ ഫ്രീ ഹാൻഡ് എഴുതും. പക്ഷേ കുറെ കൂടി സൗന്ദര്യം അന്ന് തന്നെ എഴുതുന്ന ആ കാലിഗ്രഫി അക്ഷരങ്ങൾക്ക് ഒരു സൗന്ദര്യം കൂടുതൽ കൊണ്ടുവന്നു ഭട്ടതിരി. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനും ഫ്രീ ഹാൻഡ് നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ആ ഒരു ശ്രമത്തിന് കൂടുതൽ സൗന്ദര്യം, അക്ഷരങ്ങൾക്ക് പ്രത്യേകത, ഒരു സ്വഭാവം, അത് ഭട്ടതിരി തന്നെ പലപ്പോഴും പറയാറുണ്ട്, അതിനൊരു പ്രത്യേകത കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് കാലിഗ്രാഫി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ രംഗത്ത് കൂടുതൽ സജീവമായി ആ രംഗത്ത് പിടിച്ചു നിൽക്കാനും ഇപ്പൊ പെയിന്റിങ്ങിലോട്ടോ അല്ലെങ്കിൽ രേഖാചിത്ര രചനയിലോട്ടോ ഒക്കെ കൂടുതൽ താല്പര്യം കാണിക്കാതെ അദ്ദേഹം ആ രംഗത്ത് പിടിച്ചു നിന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ എല്ലാ മേഖലയിലും കൂടെ കറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഭട്ടതിരി അതില് മാത്രം ഉറച്ചു നിൽക്കുകയും പുതിയ അക്ഷരങ്ങൾ അതിനകത്ത് നമുക്ക് ഇപ്പൊ ചൈനീസ് പിന്നെ അറബി, ഞാൻ വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ അറബി അക്ഷരങ്ങൾ വെച്ച് പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ എന്റെ പേര് പറഞ്ഞാൽ അതിന്റെ ആ വിജയം എന്നുള്ള എന്റെ പേര് വെച്ചിട്ട് അറബിയിൽ അക്ഷരം പിന്നെ ചിത്രങ്ങൾ ചേർത്ത പിന്നെ കാലിഗ്രാഫി ചെയ്യും. അതിനൊക്കെ നന്നായിട്ട് അറിയാവുന്നു. അപ്പൊ ആ നമുക്ക് കൂടുതൽ കൗതുകമുള്ള അക്ഷരങ്ങളാണ് അറബിയിൽ, ചൈനീസ്, അത്തരം ഭാഷകൾ. ഭട്ടതിരിയും അതൊക്കെ പഠിച്ച് ആ ഒരു പഠനത്തിൽ നിന്നാണ് പുതിയ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ മലയാള അക്ഷരങ്ങൾക്ക് പുതിയൊരു സ്വഭാവം കിട്ടുന്നത്. അതിനൊരു സൗന്ദര്യ ശാസ്ത്രം കൊണ്ടുവന്നതിൽ ഭട്ടതിരിയുടെ പങ്ക് ചെറുതല്ല. അതാണ് ഭട്ടതിരി ഈ രംഗത്ത് വിദേശത്തൊക്കെ പോയി നമ്മുടെ മലയാള അക്ഷരങ്ങൾക്ക് ഒരു പേരും പെരുമയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു. അതാണ് ഏറ്റവും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന. ഞങ്ങള് പെയിന്റിങ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ പുതിയ രൂപങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കാണാത്ത ഇപ്പൊ പ്രകൃതിയിൽ ഒരു ഇല കാണുന്നു, ആ ഇലയെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മറ്റൊരു ബിംബമായി ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ചിത്രകാരന്മാരൊക്കെ ചെയ്തു വരുന്നത്. ഭട്ടതിരി ആ ഇലയുടെ രൂപത്തിൽ നിന്ന് ഇല എന്നുള്ള ഒരു അക്ഷരം എഴുതുമ്പോഴത്തേക്ക് ആ ഒരു സ്വഭാവം, ഇപ്പൊ കാറ്റ് എന്ന് അദ്ദേഹം എഴുതുമ്പോഴത്തേക്ക് കാറ്റിന്റെ സ്വഭാവം ആ അക്ഷരങ്ങളിലൂടെ കൊണ്ടുവരുന്ന ഒരു ചിത്രകലാ ശൈലി, അതിനകത്തൊരു ചിത്രവും കൂടെ എഴുതിയെന്ന് നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ പല പ്രദർശനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ഈ ചിത്രങ്ങൾ പെയിന്റിങ്ങുകൾ പോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുകയും അതിനകത്ത് നിറവും രൂപവും തമ്മിലുള്ള ആ ഒരു ബന്ധം, ആ ബന്ധം വളരെ സജീവമാണ്. ആ ഒരു സൗന്ദര്യശാസ്ത്രമാണ് അദ്ദേഹത്തിന്റെ കാലിഗ്രാഫി രംഗത്ത് അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ പുതിയ അന്വേഷണം പിന്നെ ത്വരയോടുകൂടി അദ്ദേഹത്തിന് പുതിയ ഇന്നലെ വരയ്ക്കുന്ന അല്ലെങ്കിൽ ഇന്ന് വരയ്ക്കുന്ന പിന്നെ അക്ഷരങ്ങളല്ല നാളെ ചെയ്യുന്നത്. അതിനകത്ത് ബേസിക്കായ കുറെ സാധനം, ഫ്ലാറ്റ് ബ്രഷൊക്കെ വെച്ച് അദ്ദേഹം ചെയ്യുന്ന കുറെ
അക്ഷരങ്ങളുണ്ട്. അത് ഏകദേശം നമ്മൾ വലിയ സ്വഭാവം ഉള്ളതാണ്. അത് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ എഴുതുന്ന ഒരു ഫ്രീ ആയിട്ട് എഴുതുന്ന നല്ല ഭട്ടതിരി ചെയ്യും. അപ്പോൾ ഭട്ടതിരി ചെയ്യുന്ന ഒരു രചന ശൈലി അത് അന്ന് അതിനകത്ത് പുതിയ ആ ഫ്ലാറ്റ് ബ്രഷിൽ ചെയ്യുന്നത് ഒരേപോലെയാണ്. നമുക്ക് ആ ഒരു സ്വഭാവം അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. പക്ഷെ അതിനപ്പുറം പുതിയ അക്ഷരങ്ങള്, പുതിയ രൂപങ്ങൾ, പുതിയ രൂപത്തിലേക്ക് അക്ഷരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഭട്ടതിരിയുടെ മറ്റൊരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പെയിന്റിങ്ങും ഈ കാലിഗ്രഫിയുമായിട്ട് ചേരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ് അത്. രക്ഷകർത്താക്കളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവർ പറയും അക്ഷരങ്ങൾ നന്നാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അതിൽ ഞാൻ പലരോടും ഭട്ടതിരിയുടെ കാര്യം പറയാറുണ്ട്. കാരണം നമ്മൾ ഈ 2 ലൈനുണ്ട്. എൻ്റെ കൊച്ചുമക്കളോട് ഞാൻ പറയും, ഈ വെക്കേഷൻ കാലത്ത് ഞാൻ അവരോട് പറയും 2 ലൈനുള്ള പുസ്തകം വാങ്ങിച്ചു കൊടുത്തിട്ട് മലയാള അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പറയും. നമ്മൾ എത്ര പറഞ്ഞാലും ആ ഉരുണ്ട ആ ഒരു സ്വഭാവത്തിലേക്ക് വരില്ല. പക്ഷെ ഭട്ടതിരിയുടെ ആ ഒരു രചന രീതി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും കുട്ടികൾക്ക് പുതിയ അക്ഷരത്തെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാക്കുകയും ചെയ്യുന്നത് വഴി അവർക്ക് നല്ല മനസ്സ് സ്വരൂപിക്കാനും നല്ല ചിന്തയിലേക്ക് അവരെ കൊണ്ടുവരാനും രൂപബോധം ഉണ്ടാക്കാനും. ഇപ്പൊ രൂപബോധം ഉണ്ടാക്കണമെങ്കിൽ ഈ അക്ഷരങ്ങളിലൂടെയാണ്. പണ്ട് നമ്മൾ ആയെന്ന് എഴുതിയിട്ട് ആനയെ വരയ്ക്കുന്ന ഒരു രീതി ഒരിക്കലും പാടില്ല. അത് ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ആന അങ്ങനെ വരച്ചാൽ ആ ആക്കകത്ത് കിടക്കുകയുള്ളൂ. ഒരിക്കലും ആനയിലേക്ക് വരില്ല, ആ ഒരു വട്ടത്തിനകത്ത് കിടക്കും. അപ്പൊ അങ്ങനെ അക്ഷരങ്ങൾ എങ്ങനെ ആയിരിക്കണം, അക്ഷരത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, ആ അക്ഷരത്തിലൂടെ കൂടുതൽ അറിവ് പകരാനും കുട്ടികൾക്ക് കഴിയുന്ന തരത്തിലേക്ക് ഈ കാലിഗ്രഫി ആർട്ട് കൂടുതൽ സാധ്യതകൾ അദ്ദേഹം അത് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഭട്ടതിരിയുടെ കലയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. സമൂഹത്തിന്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കും ഒക്കെ അത് നല്ല രീതിയിൽ അത് പഠന വിധേയമാക്കേണ്ടതാണ്. കാരണം ഈ കൂടുതൽ അതിനൊരു സെമിനാർ പോലെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ട് പിന്നെ ഈ മനഃശാസ്ത്ര അവരുടെ സേവനം കൂടെ ഇതിന് ആവശ്യമാണ്. അങ്ങനെ അവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കയ്യക്ഷരം നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ കാലിഗ്രഫി ഉപയോഗിക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് നമ്മൾ പുതിയ അക്ഷരങ്ങൾ രചനയുടെ ആ ഒരു രീതിയല്ല. നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അക്ഷരം എഴുത്ത് തന്നെ ആണെങ്കിൽ പോലും അതിനകത്തൊരു രചന അവസരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രചന രീതിയുണ്ട്, സവിശേഷതയുണ്ട്. അപ്പൊ അത് സ്വായത്തമാക്കാനുള്ള ഒരു അവസരം നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മളെല്ലാവരും അതിന്റെ പങ്കാളികളായി ചെയ്യേണ്ട കാര്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭട്ടതിരിക്ക് എല്ലാ നന്മകളും. ഞാൻ എപ്പോഴും പറയുന്ന ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ ഈ ക്രിസ്ത്യൻസിന്റെ വേദിയിൽ വെച്ചുകൂടി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എല്ലാ നന്മകളും അദ്ദേഹത്തിന്. നാരായണ ഭട്ടതിരിയും മലയാളം കാലിഗ്രഫി എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ എക്സ്പ്രഷന്റെ ചെയർമാനും എഴുത്തുകാരനും നിരൂപകനും നമ്മുടെ എല്ലാ നിലമായ സുനിൽ സംസാരിക്കും. ഈ മലയാളിയുടെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഈ മലയാളിയുടേതായ ഒരു ലിംഗ്വിസ്റ്റിക് സംസ്കാരം ഇതുവരെ രൂപപ്പെട്ടില്ല. ഭാഷാ സൗന്ദര്യ ശാസ്ത്രം ശരിക്കും പറഞ്ഞാൽ ഭട്ടതിരി എന്ന് പറയുന്ന കലിഗ്രഫറിനെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടായിരിക്കണം പുതിയ ലിപികൾ കണ്ടുപിടിക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയുമുള്ള കലിഗ്രാഫേഴ്സ് ഒരുപാട് പുതിയ ലിപികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ നമ്മൾ സാധാരണ ലിപികളുടെ ട്രോളുകൾ കണ്ടിട്ടുണ്ടാവും. ഭായും ഇറും തമ്മിലുള്ള ഒരു സംഭാഷണം. ഈ ഭാ ഇങ്ങനെ സങ്കടം പറയാണ്, എവിടെ ചെന്നാലും ആട്ടും തുപ്പും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇറ് ആ ഭായെ സമാധാനിപ്പിക്കുകയാണ്. ഈ നിനക്ക് ആട്ടും തുപ്പും കിട്ടുന്നുണ്ടല്ലോ, ഇവിടെ ഒരുത്തൻ സത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആരും ഇറ് പറയുന്നതാണ്. പക്ഷേ ഈ മലയാളത്തിലെ ലിംഗ്വിസ്റ്റിക് സംസ്കാരത്തെ ഏതെങ്കിലും ഒരു പരിധി വരെയെങ്കിലും സഹായിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ഒപ്പമാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. ഈ ലിംഗ്വിസ്റ്റിക് പോയട്രി എന്ന് പറയുന്ന ഒരു സംഗതി ലോകത്ത് ഇവിടെയുണ്ട്. ഞാൻ 1-2 കവിതകൾ പലപ്പോഴായിട്ട് ഈ കലിഗ്രഫി കണ്ടതുകൊണ്ട് മാത്രം എഴുതിയ 1-2 കവിതകൾ വായിച്ചിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ അവസാനിപ്പിക്കും. കാരണം പ്രധാനപ്പെട്ട 3 സംഗതികൾ പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ ദൈവദർശനം കലിഗ്രഫിയാക്കി. മറ്റൊന്ന്, ചിന്താഭിഷ്ടയായ സീതയുടെ 100-ാം വർഷത്തിൽ ആ കവിത മുഴുവൻ കലിഗ്രഫി രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി.
ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ്. മലയാളത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളിൽ ചില അത്ഭുതങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കലിഗ്രഫി എങ്ങനെയാണ് ഒരു ലിംഗ്വിസ്റ്റിക് പോയറ്റിനെ ഉണ്ടാക്കിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ വായിക്കാം. ഇറ് എന്ന ടീച്ചറിന് തീയും വർണ്ണവുമുണ്ട്. പക്ഷേ ഭാഷയുടെ കാട്ടിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ഇറുപെണ്ണ് മുടി ചീകുകയായിരുന്നു. മീശ വിരിച്ച് ഭാഷയുടെ കവലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് അതിന്റെ കള്ളത്തൊണ്ടയിൽ ഭാഷയുടെ കാട്ടിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ശബ്ദത്തെയാണ് മായാൻ അറിയുന്ന വിധം ഉള്ളടക്കപ്പെടുത്തിയിരിക്കുന്നത്. ഇറിന്റെ വള്ളികളും പടർപ്പുകളും ഉയരങ്ങളും ഗർത്തങ്ങളും ഇന്ന് വരെ ആരും കണ്ടു തീർന്നിട്ടില്ല. ഇറിനെ കിടക്കയിൽ നിന്നും പൊക്കിയെടുക്കാൻ ഒരു വാക്കും ഇഷ്ടപ്പെടുന്നില്ല. തുളുമ്പിപ്പോയതിനെ തുടച്ചെടുത്തപ്പോൾ ഋതുവും ഋണവുമായെന്ന് മാത്രം. മലയാളം എന്ന അമ്മിഞ്ഞ പാല് ആദ്യം കുടിച്ചത് ഇറ് തന്നെ ആയിരിക്കും. എഴുത്തുകാരൻ ഒരിക്കലും ഇറിനെ നോക്കരുത്. വാക്കുകളോട് ചേരാനാവാത്തപ്പോഴും അവ പിന്നാലെ വരും. ഇറിനെ ട്രോളാൻ പോലും കൊള്ളില്ലെന്ന് അടക്കം പറയുകയായിരുന്നു ഭാഷയുടെ കാട്ടിലെ മറ്റ് ലിപികൾ. ഇറിന്റെ കള്ളക്കരച്ചിലിന് കണ്ണീരാകാൻ ഇതുവരെ ഒരു കവിയും എത്തിയില്ല. ഇറ് പൊക്കമുള്ള ഒരു ടവറാണ്. ഈ ഭാഷ എന്ന് പറയുന്ന വ്യവഹാരം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ മാറുന്ന ഒരു വ്യവഹാരത്തിന്റെ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. മാറുന്ന വ്യവഹാരത്തിന്മേൽ ഒരു പക്ഷേ കാലോചിതമായിട്ട് അയാൾ അതായത് ഇനി നിങ്ങളുടെ മുമ്പിലുള്ള വായനക്കാരൻ്റെ കാണിയാണെന്ന് ഈ ആർട്ടിസ്റ്റ് തിരിച്ചറിയുന്നു. ആരാണിത് വായിക്കുന്നത്? ഞാനിപ്പോ പറയുന്നത്, ഞാൻ നിങ്ങളെ ബ്രൗസ് ചെയ്തിരുന്നു, ഞാൻ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചൊന്നും ഒരിക്കലും ഒരിടത്തും പറയുന്നില്ല. അങ്ങനെ ബ്രൗസ് ചെയ്യപ്പെടുന്ന ഒരു ഇടത്ത് ഒരു പക്ഷേ ഈ ദൈവദശകം എന്ന് പറയുന്ന വലിയ പുണ്യ ശ്ലോകങ്ങൾ, ആ ശ്ലോകങ്ങൾ ഒരിടത്ത് ദൈവത്തിന്റെ അരക്ക് രൂപങ്ങളില്ല എന്ന് തെളിയിക്കാൻ ഒരു പക്ഷേ ഇത് ഇങ്ങനെ പുനരാവിഷ്കരിക്കുന്നു എന്ന് പറയുന്നത് അതിനകത്ത് ഒരിടത്തും ആൾദൈവത്തെ കുടിയിരുത്തുന്നില്ല എന്നുള്ള വസ്തുത പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദൈവദർശനം ഒരുപക്ഷെ അത്തരത്തിലാണ്. ഒരു പ്രാർത്ഥനാ ഗീതം എന്ന് പറയുന്ന ആത്മീയ ശക്തി സ്രോതസ്സിന്റെ ഉള്ളിലുള്ളപ്പോഴും ഏറ്റവും പുതിയ തലമുറ എന്ന് വെച്ചാൽ കാണികളാണ്. അപ്പൊ കാണികളെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഈ ചിന്താവിഷയ സീത എന്ന് പറയുന്ന കാവ്യം ഇതേ രൂപത്തിൽ കലിഗ്രഫി രൂപത്തിൽ വന്നിട്ടുണ്ട്. ചിന്താവിഷയ സീത, ഈ ചിന്താവിഷയ സീതയുടെ കലിഗ്രഫി പൂർണ്ണ രൂപമൊക്കെ നമുക്ക് മുമ്പിൽ അവർ ചിന്തയാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ചിന്താ പബ്ലിഷേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് ഒരാള് ഈ ചരിത്ര സംബന്ധമായ കാവ്യങ്ങളെ ഒരു ഈ കാലോചിതമായ രീതിയിൽ ചിത്രപ്പണിക്ക് വിധേയമാക്കുന്നത് ചോദിച്ചാൽ അതിനർത്ഥം ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്കറിയാം ഈ കവിതയിലൊക്കെ ഇപ്പൊ ശരത്തേട്ടനൊക്കെ എഴുതുന്ന 2 വരിയാണ്. ഒരു കവിതയുടെ വരി 2, 4, പക്ഷെ അതൊക്കെ മതി. ഇപ്പൊ സത്യത്തെ പോയിക്കാവ് കവിത എഴുതുമ്പോൾ കവിയെ കുറിച്ചുള്ള കവിതയിൽ പറയുന്നത് ഒന്നിനും കൊള്ളാത്തവൻ കവി, ഒന്നിനും കൊള്ളാത്തവൻ കവി എന്ന് പറഞ്ഞിട്ടാണ് കവിക്ക് കൊടുത്തിരുന്ന ഏറ്റവും വലിയ നിർവചനം. ഒന്നിനും കൊള്ളാത്തവൻ കവി, ഒന്നിനും കൊള്ളാത്തവൻ കവി. അങ്ങനെ അപ്പൊ അയ്യപ്പനെയൊക്കെ ചൂണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാ പറയുന്നത്, അതാ ഒന്നിനും കൊള്ളാത്ത ഒരുത്തൻ. പുള്ളിക്കാട്ടിനെ ചൂണ്ടിയിട്ട് അതാ ഒന്നിനും കൊള്ളാത്ത ഒരുത്തൻ പോകുന്നു എന്ന് പറയും. അങ്ങനെ നമ്മളിങ്ങനെ ഈ എന്താ പറയുന്നത് ഒരുപക്ഷെ ഒരാളുടെ സ്വത്വത്തെ അയാളുടെ ഭാഗ്യമായ പിന്നെ പ്രകടനങ്ങളിലൂടെ ഒക്കെ ആവിഷ്കരിക്കുന്ന രീതിയിൽ കവിതയിൽ പോലും അങ്ങനെ. ഈ സത്യേന്ദ്രന്റെ അടുത്ത് ഞാൻ ചോദിച്ചാണ് ഒരു ദിവസം, നിങ്ങൾ എന്തിനാണ് ഈ 2 വരി ആരെ നോക്കിയിട്ടാണ് എഴുതിയത്? അപ്പം സത്യേന്ദ്രൻ പറഞ്ഞ മറുപടിയാണ് പറഞ്ഞത്, അയ്യപ്പനെ നോക്കിയിട്ട് ഒന്നിനും കൊള്ളാത്തവൻ പോകുന്നു, ഒന്നിനും കൊള്ളാത്ത ഒരു കവി. താൻ പോകുന്ന അടുത്ത ചുള്ളിക്കാട് ഒന്നിനും കൊള്ളാത്ത ഒരുത്തൻ. അത് അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അത്തരം വരിയൊക്കെ മതി, 2 വരിയൊക്കെ മതി ഒരു കാര്യത്തെ ആവിഷ്കരിക്കാൻ എന്ന് പറയുന്ന ഒരു കാലത്ത് എന്തുകൊണ്ടാണ് ഈ 100 വർഷം പിന്നിടുന്ന കുമാരനാശന്റെ കാവ്യലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാവ്യത്തെ കാലോചിതമായി ഈ പറയുന്ന കലിഗ്രഫിക്ക് വിധേയമാക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഇയാൾ മൂടപ്പെട്ടിരിക്കുന്ന ഈ ആർട്ടിസ്റ്റ് മൂടപ്പെട്ടിരിക്കുന്ന ലിംഗ്വിസ്റ്റിക് സൗന്ദര്യശാസ്ത്രത്തിനുള്ളിലാണ്. അപ്പം ആ സൗന്ദര്യശാസ്ത്രത്തെ കാലോചിതമായി നിവർത്തിയെടുക്കുക എന്നൊക്കെ ഉള്ളത് ഏറ്റവും പ്രധാനമാണ്. അക്ഷരങ്ങൾ ഇത്ര നന്ദിയായിട്ട് നാരായണേട്ടൻ ഒരുക്കിയെടുക്കുന്നതെന്നുള്ളത് അത്ഭുതം തന്നെയാണ്. ഇപ്പൊ നമ്മള് ചിത്രങ്ങൾ നോക്കുന്നു, ചിത്രകാരരെ, ശില്പികളൊക്കെ ഓരോ കലാരൂപങ്ങളെ അവരവരുടേതായ ഭാഷയില് അല്ലെങ്കിൽ ശൈലിയില് മെനഞ്ഞെടുക്കുമ്പോൾ അക്ഷരങ്ങളെ എത്ര മെനഞ്ഞാലും അത് അതിനൊരു ഏകദേശം എന്ന് ചിന്തിക്കുന്ന നടക്കുമെന്നും ഇതിലും മനോഹരമായിട്ട് മലയാള അക്ഷരങ്ങളെ ഞാൻ വേറൊരാള് ചെയ്യുന്നത് കണ്ടിട്ടില്ല ശരിക്കും പറയാം. അതായത് ഒരു നൃത്തം ചെയ്യുന്ന
സുന്ദരികളായ സ്ത്രീകളെ പോലെ തോന്നും നാരായണ ഭട്ടതിരി സാറിന്റെ ഓരോ അക്ഷരങ്ങളും, ഓരോ വാചകങ്ങളും. നമ്മള് സാധാരണ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാഷ, ഏറ്റവും കൂടുതൽ ഭാഷ എന്തിനാണ്? നമുക്ക് ആശയവിനിമയം ചെയ്യാനാണ്. ആ ആശയവിനിമയം ചെയ്യുന്ന ഭാഷ ഏത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ അമ്മയെ തന്നെ അമ്മാന്ന് വിളിക്കാം, അമ്മയെന്ന് വിളിക്കാം, മമ്മീന്ന് വിളിക്കാം, അമ്മാന്ന് വിളിക്കാം, തള്ള എന്നും വിളിക്കുന്നവരാണ്. അപ്പൊ അതുപോലെ കാലിഗ്രഫി ചൈനീസ്, ജാപ്പാനീസ്, ഇംഗ്ലീഷ്, അറബി ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മലയാള ഭാഷയിൽ ഒരു കാലിഗ്രഫിയുടെ പിതാവെന്ന് പറയാൻ വേണ്ടിയിട്ട് നാരായണ ഭട്ടതിരി സാർ തന്നെയാണ് ആ ഒരു സ്ഥാനത്ത് ഉള്ളത് എന്നുള്ളത് 100% സത്യം. ഈ പുതുതായിട്ട് പലരും വരട്ടെ, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, എങ്കിലും നമ്മുടെ അറിവിൽ, എൻ്റെ അറിവിലും അങ്ങനെ ഒരാൾ തന്നെയാണ്. പിന്നെ ഇത്രയും നമ്മൾ ഓരോ ആർട്ടിസ്റ്റിന്റെ കൂടെ ആണെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന, ഇത്രയും ശുദ്ധമായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ ആദരിക്കാനുള്ള ഒരു ഭാഗ്യം എക്സ്പ്രഷൻ ഉള്ളത് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ടീം അഭിമാനിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനായി നമ്മുടെ കാലിക്ക മണ്ഡപ സാറിനെ സ്വാഗതം ചെയ്യുന്നു. എഴുതാനിരിക്കുമ്പോൾ എഴുതാതെഴുതണം. എഴുതാനിരിക്കുമ്പോൾ എഴുതാനുള്ളത് എഴുതണം. അപ്പൊ എഴുതാനിരിക്കുമ്പോൾ എഴുതാനുള്ളത് എഴുതുകയും വേണം, എഴുതാതിരിക്കുമ്പോൾ എഴുതാതെ എഴുതുകയും വേണം. അതാണ് കവിക്കും ചിത്രകാരനും വേണ്ട ഒരു സിദ്ധി. അതായത് നമ്മൾ പ്രവർത്തനരഹിതമായ ഒരു സമയം നമ്മുടെ ലൈഫിൽ ഇല്ല എന്നുള്ളത്. ചിലപ്പോൾ മനസ്സിനകത്ത് എഴുതിയാലും നമ്മൾ പുസ്തകത്തിൽ അത് വരണമെന്നില്ല. പക്ഷെ മനസ്സിനകത്ത് പല പ്രാവശ്യം എഴുതിയാലേ നമുക്ക് പുസ്തകത്തിൽ എന്തെങ്കിലും ഒരു വരി പഠിക്കാനായിട്ട് സാധിക്കും. പലർക്കും കാലിഗ്രാഫിയെ പറ്റി പല കാര്യങ്ങളും അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് കാലിഗ്രാഫിക്ക് ഗുണം ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഒരു അരമണിക്കൂറോ എത്ര സമയം വേണേലും എനിക്ക് ചെയ്യാൻ പറ്റും. അരമണിക്കൂറെങ്കിലും ചെയ്യാം എന്ന് കരുതുന്നു. അപ്പുറത്തൊട്ടിരുന്ന് നമുക്കത് കാണാം. അതിനിടയ്ക്ക് എന്തെങ്കിലും ചോദിച്ചാൽ നേരെ പറയുകയാണ്. സാഹിത്യത്തെയും കലയെയും സംബന്ധിച്ച പൊതുവിൽ സ്വീകാര്യമായ സങ്കല്പനങ്ങളെ സംശയിച്ചു തുടങ്ങിയതുമായ ഒരു തലമുറ 70-കൾക്ക് ശേഷം മലയാളത്തിൽ രൂപപ്പെട്ടു. അതിൽ ഒരുപക്ഷെ കഥയിലും കവിതയിലും നാടകത്തിലും സിനിമയിലുമൊക്കെ ചിത്രകലയിലും ഒക്കെ അവർ സാന്നിധ്യപ്പെടുകയുണ്ട്. അതിൽ ചിത്രകലയിൽ ഒരു ചിത്രകാരൻ എന്നതിനപ്പുറം ഒരുപക്ഷെ ഇന്ന് നമ്മൾ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനായ കാലിഗ്രാഫിസ്റ്റ് എന്ന നിലയിൽ കാലിഗ്രാഫി എന്ന കലയുടെ മലയാളത്തില് ഒരുപക്ഷെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന കലാകാരൻ എന്ന നിലയിലായിരിക്കും നമ്മൾ അറിയാം. പക്ഷെ ഈ അക്ഷരത്തിന്റെ ഉണ്മ തേടിയുള്ള ഈ യാത്ര, അല്ലെങ്കിൽ അക്ഷരത്തിന്റെ സത്തയെ അന്വേഷിക്കാനുള്ള പ്രിയം, നമ്മൾ സാധാരണ അക്ഷരത്തെ വാക്കുകളിലേക്കുള്ള ഒരു താക്കോലായിട്ടാണ്, അല്ലെങ്കിൽ വാക്കുകളിലേക്കുള്ള ഒരു പ്രവേശകമായിട്ടാണ് കാണുന്നത്. അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ച് വാക്കുണ്ടാക്കുന്നു. അക്ഷരം ഒരു ഉപകരണം മാത്രമായിട്ടാണ് നമ്മളുടെ സംസ്കാരത്തിലും നാഗരികതയിലും അടയാളത്തിൽ. പക്ഷെ അക്ഷരത്തെ ഒരു ഉണ്മയായി, അതിന്റെ പ്രത്യക്ഷതകൾക്കപ്പുറം ഓരോ അക്ഷരവും ഒരു ചിഹ്നം എന്ന നിലയിൽ അത് നമ്മുടെ സംസ്കാരത്തിന്റെ അബോധത്തിലേക്കും നമ്മുടെ മനസ്സിന്റെ അബോധത്തിലേക്കും ഒക്കെ വെളിച്ചം പായിക്കുന്ന ഒന്നായി ഈ കലാകാരൻ കാണും. അങ്ങനെ ഓരോ അക്ഷര ഉപാസകൻ എന്ന നിലയിൽ നമ്മളിപ്പോ കാലിഗ്രാഫിയെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ ഗൂഗിളിൽ അന്വേഷിക്കുമ്പോൾ
അക്ഷരത്തിന്റെ ആലേഖന സൗന്ദര്യം എന്ന രീതിയിലാണത് വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ അക്ഷരം എഴുതുന്നത് എത്രത്തോളം സൗന്ദര്യവത്തായിട്ടാണ്, എത്രത്തോളം ഭംഗിയിലാണ്, അതിനെയാണ് കാലിഗ്രാഫി എന്ന് അവർ പറയുന്നത്. അപ്പൊ അതിൽ അപ്വേർഡ് സ്ട്രോക്കും അതിന്റെ ഇൻവേർഡ് സ്ട്രോക്കും അങ്ങനെ പലതരത്തിലുള്ള അതിന്റെ ആലേഖനത്തിന്റെ അല്ലെങ്കിൽ ആലേഖന വിദ്യയുടെ സാങ്കേതിക സംജ്ഞകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് പട്ടതിരിയിലൂടെ കിട്ടുന്നത്, പട്ടതിരി ഒന്ന്, ഞാൻ പട്ടതിരി ആദ്യമേ കാണുന്ന ഒരാളെന്ന് പറഞ്ഞ വലിയൊരു ചിത്രകാരനായിട്ടുണ്ട്. പട്ടതിരിയുടെ ചിത്രങ്ങൾ അതിൻ്റെതായ ഒരു വ്യാകരണം ഉണ്ട്. അത് ആധുനികതയിൽ നിന്നും ആധുനികാനന്തരതയിലേക്ക് അദ്ദേഹത്തിന്റെ ഈ ചിത്രകലാ ഭാഷ മാറുന്നു. പക്ഷെ അതിനെല്ലാം ഒരുപക്ഷെ ഒരു ചിത്രകാരൻ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹം കാലിഗ്രാഫിക്ക് ഉപയോഗിക്കുകയും ഈ കാലിഗ്രാഫിയിലൂടെ അദ്ദേഹം മലയാളത്തിലെ കവിതയിലും അതുപോലെ തന്നെ നമ്മുടെ മലയാള സാഹിത്യത്തിലും കലയിലും അടയാളപ്പെടുത്തപ്പെട്ട അംഗീകൃതമായ ചില വരികളെ വെച്ചുകൊണ്ട്, ആ വരികൾ ഉൽപ്പാദിപ്പിക്കുന്ന തത്വങ്ങളെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വരികൾ ധരിപ്പിക്കുന്ന സൗന്ദര്യത്തെ വെച്ചുകൊണ്ട് ഒരു പുതിയ തരത്തിലുള്ള ഒരു വിഘടന കല അല്ലെങ്കിൽ ഒരു ഡീകൺസ്ട്രക്റ്റീവ് അപനിർമ്മാണ കല ഈ അക്ഷരത്തിലൂടെ, കാലിഗ്രാഫിയിലൂടെ, അക്ഷരാലേഖനത്തിലൂടെ അദ്ദേഹം മലയാളത്തിന് കൊണ്ടുവരികയാണ്. അപ്പൊ അതിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അമർത്തി വെച്ച ചില വിമർശന ബോധം, അമർഷവും കലാപവും ഇതെല്ലാം അതിൽ അടയാളപ്പെടുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുറവിൽ കാണുന്ന ഒരു സാത്വികനായ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒച്ചയുയർത്തി സംസാരിക്കാറില്ല. പക്ഷേ പട്ടതിരിയിൽ വലിയൊരു കൃത്യമുണ്ട്. വളരെ കൃത്യമായി നമ്മുടെ വ്യവസ്ഥയുടെ ഈ തൊഴിൽമുഖങ്ങളോട് കലഹിക്കുന്ന, വ്യവസ്ഥയുടെ പൊള്ളത്തരങ്ങളോട് കലഹിക്കുന്ന, നമ്മുടെ ഒരുപാട് ഈ സാഹിത്യത്തിൽ കലയിലുള്ള ആൾദൈവങ്ങളെ ചോദ്യം ചെയ്യുന്ന, അതിനെയൊക്കെ മുറിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുകൂടി അദ്ദേഹത്തിനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കലയില്, അക്ഷരാലേഖന കലയില് ഒരു കലാപകാരി കൂടിയാണ് പട്ടതിരി. അത് നമ്മൾ പക്ഷേ പുള്ളിയുടെ വ്യക്തിത്വവും പുള്ളി നമ്മളോട് ഇടപഴകുന്ന രീതിയും കൊണ്ട് നമ്മളധികം ശ്രദ്ധിക്കില്ല. പക്ഷെ ചെറിയ ചെറിയ ചില കമന്റുകളിലൂടെ അദ്ദേഹത്തിന്റെ വിമർശന ബോധം പ്രത്യക്ഷീകരിക്കാറുണ്ട്. അദ്ദേഹം ആ വിമർശന ബോധത്തിന്റെ സാന്നിധ്യം ഈ കാലിഗ്രാഫിയിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലും ഒക്കെ അടയാളപ്പെടുന്നുണ്ട്, അത് ധ്വനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കലാരംഗത്ത് അദ്ദേഹം നടത്തിയ സംഭാവനകളെ പല കോണുകളിൽ നിന്നുകൊണ്ട് വിലയിരുത്തുന്ന ലേഖനങ്ങളും പഠനങ്ങളുടെയും ഒക്കെ ഒരു സമാഹാരം. അപ്പം അദ്ദേഹത്തിന്റെ കലയെ അടയാളപ്പെടുത്തുന്ന അതിലെ വഴിത്തിരിവുകള്, അതിലെ പ്രധാനപ്പെട്ട ചില അടയാള മൂലക്കല്ലുകളെയൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു ബൃഹത് പുസ്തകം മലയാളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ഒരു ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടാവേണ്ടതുണ്ട്. അത് നമ്മളെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ മുൻകൈ എടുക്കണമെങ്കിൽ അക്കാര്യത്തിൽ ഞാനും എൻ്റെതായ സംഭാവനകളും ചെയ്യാൻ സഹായിക്കാൻ, അത്തരം വർക്കുകളിൽ സഹായിക്കാമെന്നോട് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ